ഹായ്, ഇന്ന് ട്രിവാൻഡ്രത്ത് പോകണം കേട്ടോ, മെഡിസിൻ മേടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മുരിക്കുമ്പുഴ ഒരാളിനെ കാണാൻ വേണ്ടി കയറി. ആ മുരിക്കുമ്പുഴ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, എന്ത് ഭംഗിയാണ് കാണാൻ. നമ്മൾ പാലോട് പോവില്ലേ ഫോറസ്റ്റ് ഏരിയയിൽ കൂടെ, അതുപോലെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ വീഡിയോ എടുത്ത് നിങ്ങളെ കൂടെ കാണിക്കണമെന്ന് എനിക്ക് തോന്നി കേട്ടോ. നിറച്ച് മരങ്ങൾ രണ്ട് സൈഡിലും റോഡിൻ്റെ, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നമ്മൾ ട്രിവാൻഡ്രത്ത് വന്ന് മെഡിക്കൽ കോളേജിൽ വന്നു മെഡിസിൻ മേടിക്കാനായിട്ട്. മെഡിസിൻ മേടിച്ചു. ഇന്ന് നല്ല വെയിലായിരുന്നു കേട്ടോ, ഉച്ച കൊട്ടുന്ന വെയിലായിരുന്നു. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒട്ടും വെയിൽ കൊള്ളാൻ പറ്റുന്നില്ല കേട്ടോ. വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് ഭയങ്കര ശരീരം കുഴച്ചിൽ ആണ്. നമ്മൾ ഞാൻ വീട്ടിൽ വന്ന് കുളിച്ചിട്ട് കണ്ട് യാസീനെ ഫുട്ബോളിനാക്കാനായിട്ട് ട്യൂഷൻ സെൻറ്ററിൽ പോയി വിളിച്ച്, എന്നിട്ട് ഫുട്ബോളിൻ്റെ അവിടെ വന്നു. ഞാൻ പിന്നെ അവിടെ ബോറടിച്ചിരുന്നു. ഒരു 1.5 മണിക്കൂർ ഇരുന്നാൽ മതി. സ്കൂൾ ടൈമിന് പ്രാക്ടീസ് കുറവാണ്, സ്കൂളില്ലാത്ത ദിവസമാണ് പ്രാക്ടീസ് കൂടുതലായിട്ടുള്ളത്. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി. സ്ഥിരം കയറുന്ന കടയല്ല, ഇതൊരു വേറൊരു കടയാണ് കേട്ടോ. അവനിപ്പോൾ ഒരു ഹോർലിക്സ് മേടിച്ചു കൊടുത്തു, ഞാനൊരു ചായ കുടിച്ചു. എന്നിട്ട് നമുക്കൊന്ന് എൻ്റെ അപ്പച്ചിയുടെ വീട് വരെ ഒന്ന് പോകണം കേട്ടോ. അപ്പച്ചി മീൻ മേടിച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് അയല, അപ്പോൾ അത് പോയി ഒന്ന് എടുക്കണം. ഇതാണ് അപ്പച്ചിയുടെ വീട് കേട്ടോ. നിൽക്കുന്നതാണ് അപ്പച്ചി എനിക്ക് തരാൻ വേണ്ടിയിട്ട് ഉണക്കമീനൊക്കെ എടുക്കുകയാണ്. അപ്പച്ചിയുടെ ഭർത്താവിന് മീൻ കച്ചവടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മീൻ വെച്ചിരുന്ന് തരും. ഞാൻ വീട്ടിൽ വന്ന് ഉമ്മ ദാണ്ട ചേമ്പ് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇന്ന് ചോറൊന്നും വെക്കുന്നില്ല, ചേമ്പ് അവിച്ച് ഉള്ളിപ്പുളി എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഉള്ളിയും മുളകും ഉപ്പും പുളിയും എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ റെഡി എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ കേട്ടോ. ടാറ്റാ ബൈ ബൈ, സീ യു.